ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മുടെ വിയറ്റ്നാം സീരീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. ഞങ്ങൾ കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇന്നലെ രാത്രി വാസ് വെരി ബാഡ്. ഇറ്റ് വാസ് വെരി ഹൊറബിൾ. ഞങ്ങൾ ആക്ച്വലി പ്രിയയുടെ കണ്ടീഷൻ ബെറ്റർ ആയി എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. കുറെ നാളായാലും ഇങ്ങനെ പ്രോപ്പർ ആയിട്ടൊന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നേരെ ബിസിനസ് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. സോ അതിന് നമുക്ക് അങ്ങനെ ഒരുപാട് നടക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വ്ളോഗിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്താലേ നിങ്ങൾക്കും സാധനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 10 days ആയി തോന്നുന്നു അല്ലേ? ഏകദേശം 7 to 8 days 9 days ആയി. അപ്പൊ ഇതുവരെ കുഴപ്പമില്ലാതെ പോവായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അപ്പൊ പ്രിയക്ക് കുഴപ്പമൊന്നും കാണില്ലാന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ രാത്രി വാസ് വൺ ഓഫ് ദ സ്കാരിയസ്റ്റ് ടൈംസ് എനിക്ക് കേട്ടാ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം. ഞാൻ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? സംഭവം എന്താന്ന് എനിക്കും ആക്ച്വലി അറിയത്തില്ല. എന്റെ ലൈഫിലും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സംഭവം. എന്നുവെച്ചാൽ ഓൾറെഡി ഞാൻ അണ്ടർ മെഡിക്കേഷൻസിലാണ്. മെഡിസിൻസ് എല്ലാം കൊണ്ടാണ് എപ്പോഴും ഞാൻ ഇപ്പോൾ ഫൈബ്രോമയാലജി തുടങ്ങിയതിന് ശേഷം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നടന്നുകൊണ്ടാണോ എന്താണെന്നറിയില്ല ആക്ച്വലി. അപ്പം ഞാൻ മെഡിസിൻസ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സും മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ രാത്രി കഴിക്കാൻ. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് എന്നോട് വെള്ളം കുടിച്ചു. ആന്റിബയോട്ടിക്സ് അല്ല, ഇൻഫ്ലമേഷൻ സപ്ലിമെന്റ്സും പിന്നെ വേറെ എന്തൊക്കെയോ മെഡിസിൻസ് ഉണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ ഡോക്ടർ എന്നോട് ഫസ്റ്റ് ആദ്യം പറഞ്ഞത് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് റെസ്റ്റ് എടുക്കുന്നാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി നമ്മളിത് കുറെ നാൾ മുന്നേ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. സോ ഞാൻ പറഞ്ഞു ഡോക്ടർ ട്രിപ്പ് എന്തായാലും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമ്മുടെ ജോലിയും കൂടി ആണല്ലോ, അതായത് വെറുതെ ലീജർ ട്രിപ്പ് അല്ലല്ലോ, ജോലിയും കൂടെ ബേസ്ഡ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ യാത്ര കഴിഞ്ഞ് പോയി വന്നിട്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ യാത്രയുടെ കൂടെ തന്നെ മെഡിസിൻസ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ബോഡി അധികം സ്ട്രെയിൻ ചെയ്യാതെ നോക്കിക്കോ, മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആകും, അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ആസ് യൂഷ്വൽ ട്രാവൽ ചെയ്യുമ്പോൾ കറക്റ്റ് സമയത്തിന് വെള്ളം കുടിക്കാനും ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. സോ നമ്മുടെ ഒരു എന്താ പറയുക, ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇതിനനുസരിച്ചിട്ട് തന്നെ ഞാനും വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഇത്രയും ഒരു 10 days ആയില്ലേ, ഇന്നലെ രാത്രി എനിക്ക് ഒരു 5 മണിയായി. രാത്രി ആയപ്പോ ഏർലി മോർണിംഗ് ഇവരൊക്കെ നല്ല ഉറക്കം. രാത്രി വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5 മണിയായപ്പോൾ ഒരു മുട്ടുവേദന 2 കാലിലും അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ ദൈവമേ, എനിക്ക് എന്താ ചെയ്യേണ്ടത്. ആദ്യം പയ്യെ എന്നാണ് തുടങ്ങിയത്. അപ്പം ഞാൻ വെച്ച് കിടക്കുന്ന പൊസിഷൻ്റെ ആയിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയണം, പിന്നെ അത് അങ്ങ് വേഴ്സ് ആകാൻ തുടങ്ങി. 5 മണിക്കാണ് രാവിലെ. അപ്പം ഞാൻ വെച്ചത് എന്താ ഇങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ മുട്ടുവേദന, അതായത് ബോൺ ഇങ്ങനെ മുറിയണ വേദന, അത്ര വേദന. അപ്പൊ ഞാൻ പയ്യെ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ എനിക്ക് ഈ ഇൻഫ്ലമേഷൻ ഇങ്ങനെ കുറയും കൂടും, അങ്ങനെയാ വേദന വരുന്നത്. കുറച്ചൊരു 5 ആയി, പിന്നെ 6 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മെഡിക്കേഷൻ എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പെയിൻ കില്ലർ സഹിതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബെഡിൽ നിന്ന് എണീറ്റ് പോയി മെഡിസിൻ എടുത്ത് കഴിക്കാനും കൂടെ പറ്റുന്നില്ല. എനിക്ക് അത്ര വേദന, കാലെടുത്ത് താഴെ കുത്താൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ അടുത്തുനിന്ന് ദില്ലു എന്ന് വിളിച്ച്, ദില്ലു നല്ല ഉറക്കമാണ്, ദില്ലു എന്ന് വിളിച്ച് എങ്ങനെയോ ഞാൻ ദില്ലുവിനെ എണീപ്പിച്ച്, ദില്ലു വന്ന് എന്നെ പിടിച്ച് നേരെ ഇരുത്തി. ദില്ലു ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയണ കാണുന്നത് അല്ലേ. വേദന കാരണം ഞാൻ ഇതുവരെ ചെറുതായിട്ട് കണ്ണിന് വെള്ളം വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം എന്നല്ലാതെ ഈ പെയിൻ കാരണം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അത്രയും എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ കരച്ചില്, എനിക്ക് പെട്ടെന്ന് വിഷമം വരും, കരച്ചില് വരുന്നുണ്ട്. പക്ഷെ എനിക്കെന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടില്ല. അത്ര വേദന. എനിക്ക് കാല് താഴെ കുത്തിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ദില്ലു എനിക്ക് എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ മെഡിസിൻ എടുത്ത് തമ്മ. ദില്ലുവിനെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ദില്ലു രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വേദന കാരണം സംസാരിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മെഡിസിൻ്റെ കിറ്റ് തന്നു പറഞ്ഞിട്ട് ഞാൻ ഓരോ മെഡിസിൻ തപ്പി എടുത്ത് കഴിക്കും. എനിക്ക്
ഇല്ല എല്ലാ മെഡിസിനും ഞാൻ കഴിക്കുക, എന്തെങ്കിലും കഴിച്ചിട്ട് വേദന കുറയട്ടെ. കാരണം റെഗുലറായി പ്രിയ കഴിക്കുന്ന കുറച്ച് മെഡിസിൻ ഉണ്ട്, ലൈക്ക് ഇൻഫ്ലമേഷനും പിന്നെ കുറച്ച് വൈറ്റമിൻസും സപ്ലിമെന്റ്സും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ ഭാഗ്യത്തിൽ ഒരു സ്പെഷ്യൽ ഒരു പെർട്ടിക്കുലർ പെയിൻ കില്ലർ പ്രിയക്ക് ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുന്നില്ലായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ അത് ഭാഗ്യത്തിന് ദൈവം സഹായിച്ചു. എനിക്ക് നാട്ടിലുള്ളപ്പോ ഒരു തവണ ഇതുപോലെ ദില്ലു ഗോവയില് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ ഞാൻ വീട്ടിലായിരുന്നു, എക്സിബിഷന്റെ ആ ഒരു അടയ്ക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ആ സമയത്ത് ഇതുപോലെ എന്റെ കാലിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഒരു മുഴ പോലെ വന്നു കാലില്. അപ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ അത് മുഴ വലുതായി, ആ ഭാഗം അത്രയും ഇൻഫ്ലമേറ്റഡ് ആയി. അപ്പോഴും ഇതുപോലെ തന്നെ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ കാലെടുത്ത് താഴെ വെക്കാനോ എനിക്ക് ആളുമില്ല, സമയവുമില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ഫാമിലി ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പെട്ടെന്ന് കുറയാനുള്ള ഒരു മെഡിസിൻ തരണം, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തേക്ക് എന്തായാലും മരുന്ന് ഞാൻ തരാം, അത് ഇൻഫ്ലമേഷനും അതിന്റെ പെയിൻ കില്ലറുമാണ്, അത് കുറഞ്ഞില്ല എങ്കിൽ ആഫ്റ്റർ 3 days യു ഹാവ് ടു ഗോ ടു ദ ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഡോക്ടർ മരുന്ന് തന്നു, ഞാനത് 6 ദിവസത്തേക്ക് വാങ്ങിച്ചു. എന്നിട്ട് 3 days കഴിച്ചപ്പോൾ തന്നെ അത് കുറച്ച് കുറവ് വന്നപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ കുറവ് വന്നല്ലോ എന്നാണ്. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവില്ലല്ലോ, ഞാൻ പോയുമില്ല. ഞാൻ ആ എക്സിബിഷന്റെ തിരക്കിലായിപ്പോയി. പിന്നെ ദില്ലു ആണെങ്കിൽ ഗോവയിലൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത് തിരക്ക് കഴിയട്ടെ, എക്സിബിഷൻ കഴിയട്ടെ, ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാം. അപ്പൊ ആ മെഡിസിന്റെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്തോ ഭാഗ്യവശാല് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ വിയറ്റ്നാം വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇനി സപ്പോസ് ഇതുപോലെ എന്തെങ്കിലും ഇനി മുഴ ട്രാവലിംഗ് വന്നാൽ മെഡിസിൻ വേണമല്ലോ. അപ്പം ഞാനിത് എന്ത് ചെയ്തു, ഒരു 6 എണ്ണം വാങ്ങിച്ചു വെച്ചു, സേഫായിട്ട് എങ്ങാനും വന്നാൽ ഇത് കഴിക്കാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ വാങ്ങിച്ചു വെച്ചു. അത് പെയിൻ കില്ലറും ഇൻഫ്ലമേഷനും കുറയ്ക്കുന്ന ഒരു മെഡിസിൻ ആയിരുന്നേ. അപ്പോഴാണ് അതൊക്കെ കഴിഞ്ഞ് മെഡിസിൻസ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലോർത്ത്, ഇങ്ങനെ ഒരു മെഡിസിൻ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ബാഗ് എടുത്ത് ദില്ലുടുത്ത് ബാഗ് എടുത്തരാൻ പറഞ്ഞു, എടുത്ത് തപ്പി അത് ഒരെണ്ണം കഴിച്ചു. പിന്നെ ഒരു ഹൈഫനാക്ക് കഴിച്ചു. ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയായി. ഞാൻ വിചാരിച്ചു അന്ന് നാട്ടിൽ പോകേണ്ടി വരും. എന്താ വെച്ചാൽ കാലിങ്ങനെ നമ്മുടെ ബോൺ ഒടിയില്ലേ, അതുപോലെ വേദന. അപ്പൊ ഞാൻ ചെയ്യുമ്പോ ഞാൻ എങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യുമ്പോ ദൈവം സ്ട്രെച്ചറിൽ വല്ല എന്നെ കൊണ്ടുപോയി ഫ്ലൈറ്റ് കയറ്റേണ്ടി വരുമോ എന്ന് വരെ ഞാൻ അതുവരെ പേടിച്ചു പോയി. എങ്ങനെ എനിക്ക് കാലെടുത്ത് താഴെ കുത്താൻ പറ്റുന്നില്ല, എങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി ഇരിക്കും. ഞാൻ അതുവരെ ടിക്കറ്റ് വരെ നോക്കാൻ പറഞ്ഞു, അതായത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് അപ്പത്തേക്കും ഭാഗ്യത്തിന് ഞങ്ങൾ നല്ലൊരു റിസോർട്ടിലായിരുന്നു താമസിക്കുന്നത്. ആ റിസോർട്ടിന്റെ വ്ളോഗ് ഞാൻ ഇപ്പം ഇന്നലെ ഇട്ട വ്ളോഗ് കണ്ടറിയാം. അതിൽ പ്രിയ അധികം ഇല്ല, പ്രിയ ആക്ച്വലി ഒട്ടുമില്ല. ലാസ്റ്റ് ദിവസം ബഗിയിൽ ഫുഡ് കഴിക്കാൻ വരുന്ന പോർഷനിൽ മാത്രമേ ഞാനും വേദവും കൂടെ ഉള്ളതാണ്. അപ്പൊ അതും കഴിഞ്ഞ് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഏകദേശം ഇപ്പം 3ാമത്തെ ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ ഭാഗ്യത്തിന് നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഇൻഹൗസ് ഡോക്ടർ. ഏർലി മോർണിംഗ് വന്നു പുള്ളി അത് കണ്ടപ്പോ തന്നെ പറഞ്ഞു കേട്ടാ, ഇത് റെസ്റ്റ് എടുത്താലേ ഇത് മാറുള്ളൂ എന്നുള്ളത് പറഞ്ഞു. പുള്ളി വരുമ്പോഴും എനിക്ക് ഇങ്ങനെ ഞാൻ അനങ്ങാതെ ഇരിക്കുക. പുള്ളി എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പറയാനും കൂടെ പറ്റുന്നില്ല, അത്ര പെയിനിലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വേദന കാരണം. അതാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു ക്രീം ഉണ്ടായിരുന്നു, പുള്ളി അത് സ്പ്രേ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഒരു ക്രീം ഇട്ട് മസാജ് ചെയ്ത് തന്നു. പെയിൻ കില്ലേഴ്സ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അത് പുള്ളി 2 തവണ വന്നു. ആ ദിവസം രാവിലെയും വന്നു, ഈവനിങ്ങിലും വന്ന് ഇത് ചെയ്ത് തന്നു. ഈ മരുന്നും കഴിച്ചിട്ടാണ് കുറെ കുറവുള്ളത്. പക്ഷെ ഇപ്പോഴും കുറച്ച് നടന്നു കഴിഞ്ഞാലും വേദന ഒരു സ്റ്റാർട്ടിങ് അത്രയൊന്നും ഇല്ല, പക്ഷെ നല്ലൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ മെഡിസിൻ കഴിച്ച് ഞാൻ കിടന്നിട്ട് പിറ്റേ ഫുൾ ഡേ ഞാൻ കട്ടിലിൽ തന്നെ റെസ്റ്റ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് വേദന കുറഞ്ഞു, പക്ഷെ എനിക്ക് പേടി ഇനി ഞാൻ സ്ട്രെയിൻ ചെയ്ത് ആ ലെവലിൽ വേദനയിലേക്ക് എത്തുമോന്നൊരു പേടി. ഇത് എന്താണ് റീസൺ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഐറ്റനറി മൊത്തം മാറി. ഞങ്ങൾ ആ ഹോട്ടൽ ആക്ച്വലി ഒരു ദിവസം എക്സ്ട്രാ എടുത്തു. അപ്പൊ ഇവിടത്തേക്ക് ഒരു ദിവസം കുറഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വ്ളോഗ്സ് ഒന്നും ഓർഡറിലായിരിക്കും വരില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാനായിരുന്നു, ഈ ഇടയ്ക്ക് വ്ളോഗ് ബ്രേക്ക് ഒന്നും പ്രിയ വ്ളോഗിൽ ഇല്ലാത്തതും വരുന്നതും. അതുകൂടെയാണ് മെയിൻ പറയുന്നത്. കാരണം അതിനാണ് നമ്മൾ മെയിൻ ഈ വ്ളോഗും കൂടെ പറയുന്നത്. നിങ്ങൾ ഫൈബ്രോമയാൽജിയ ഉള്ളവരാണെങ്കിൽ പ്ലീസ് ക്യാരി ഓൾ. മരുന്നിന്റെ പേര് നമ്മൾ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ വെച്ചും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മരുന്നിന്റെ ഡോസേജ് ഒക്കെ.
അതങ്ങനെ എല്ലാവർക്കും വെറുതെ ചുമ്മാ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് അല്ല, മരുന്നല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പെയിൻ ഉള്ളവരാണെങ്കിൽ പ്ലീസ് ഡു, നമുക്ക് വരില്ല എന്ന് നിങ്ങൾ ഹീലായെന്ന് തോന്നിയാൽ പോലും വെക്കേഷൻ പോകുമ്പോൾ എന്തായാലും നടക്കും. അല്ലെങ്കിൽ ട്രാവൽ ബേസ്, വർക്ക് ബേസ് ട്രാവൽ ആണെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കാരണം നിങ്ങളുടെ പെയിൻ എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ വീട്ടിലിരുന്നിട്ട് കൂടെ എനിക്ക് ഇങ്ങനെ ഒരു വേദന വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ആണ് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വേദന വരുന്നത്. അതും എനിക്ക് ഇതിനു മുന്നേ വന്ന് എനിക്ക് കണ്ടുപിടിക്കായിരുന്നു റീസൺ എന്താണ്. പക്ഷെ ഇതിപ്പോ ട്രാവൽ ചെയ്തപ്പോ വന്നപ്പോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, അൺബിലീവബിളി പെയിൻഫുൾ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ജോയിന്റ്, ഇതുപോലെ ഫൈബ്രോമാൽജിയോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ അങ്ങനെ പെയിൻ അഗ്രവേറ്റീവ് ആണെങ്കിൽ മെയിൻ ആയിട്ട് പെയിൻ കില്ലേഴ്സ്, പെയിൻ ബാം, ഐസ് പാക്ക്, അതുപോലെ തന്നെ ഈ നീര് പറ്റുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇപ്പൊ വാങ്ങിയിട്ടുണ്ട്. പ്രീക്ക് ടൈഗർ ബാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ അതെല്ലാം കൂടെ എപ്പോഴും നിങ്ങൾ ട്രാവൽ, എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ് എന്തായാലും എടുക്കുക. ആൻഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ട്രാവൽ ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ബാഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ്. നമുക്ക് വേണ്ട മരുന്നും ചിലപ്പോൾ കിട്ടില്ല. സോ ജസ്റ്റ് ആ ഒരു അവയർനെസ്സും പ്ലസ് നമ്മുടെ ഈ വ്ളോഗ്സിലുണ്ടാകുന്ന കുറച്ച് ഡിലേയുടെ കാര്യം കൂടെ പറയാനാണ് ഇതിട്ടത്. ഹോപ്പ്ഫുള്ളി ഷീൽ ബി ബെറ്റർ. കാരണം ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്, കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ഹോപ്പ്ഫുള്ളി അതൊക്കെ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത പോലെ തന്നെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ജസ്റ്റ് ഈ കാര്യം പറയാനായിരുന്നു നമ്മൾ ഈ വ്ളോഗ് ചെയ്ത്. സോ ഹോപ്പ്ഫുള്ളി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് നമ്മൾ റെഗുലറായിട്ട് വ്ളോഗ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ഡു എക്സ്ക്യൂസസ്, ക്ഷമിക്കുക. ആൻഡ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കുറേ അടിപൊളി സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും ആൻഡ് എക്സ്പീരിയൻസസ്. സോ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ അവർ വ്ളോഗ്സ് ടിൽ നൗ. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.